അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് മേരി. ഞാൻ കൊഴിഞ്ഞാമ്പാറ സെൻറ്റ് ആൻ്റണീസ് പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ ആങ്ങളയ്ക്ക് ഒരു കുറച്ച് നാളായി, 2-3 മാസമായി എല്ലാ രോഗങ്ങളും, കിഡ്നിക്ക് അസുഖമുണ്ട്, ഹാർട്ടിന് അസുഖമുണ്ട്, പിന്നെ ഷുഗർ ആദ്യമേ ഉള്ളതാണ്. തൃശ്ശൂർ മെട്രോ ആസ്പത്രിയിൽ കിടക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതേപോലെ അങ്ങനെയാണ്, ഭയങ്കര സീരിയസ് ആണ്, ഡോക്ടർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കിടക്കണത് എന്ന് പറഞ്ഞു. ഞാൻ ശരി പേടിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അച്ഛനോട് പറഞ്ഞു. ഇവിടെ ഫോൺ ചെയ്ത് അച്ഛനോട് നേരിട്ടാകുമ്പോൾ തന്നെ സംസാരിച്ചു എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചോട് വെഞ്ചരിച്ച വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ദിവസേന കുറേശ്ശെ കുടിക്കും. പിന്നെ ഒരു മാതാവിൻ്റെ പുസ്തകം കൊടുത്തിരുന്നു, അതും വായിച്ചിരുന്നു. അങ്ങനെയൊന്നും വായിക്കാത്ത ഒരാളാണ്, പക്ഷെ അതൊക്കെ വായിച്ചിരുന്നു. ഇപ്പോൾ എല്ലാ രോഗങ്ങൾക്കും വിടുതൽ കിട്ടിയ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നായിരുന്നു. ഇപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ചു, അതിനൊക്കെ മരുന്ന് കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ഇത് വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു ഡോക്ടർ. ബിരിയാണി വേണമെങ്കിലും കഴിച്ചോ, എന്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം നോർമലായിട്ടുണ്ട്, ഇപ്പോൾ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ വീട്ടിലാണ്. വീട്ടിൽ നിന്ന് ഇപ്പോൾ അവൻ പറഞ്ഞു ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആങ്ങളോട് വിളിച്ച് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ധൈര്യമായിട്ട് പെങ്ങൾ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലായിട്ടുണ്ട്, ഡോക്ടറും പറഞ്ഞു. അതുകൊണ്ട് വെള്ളം കഴിച്ചപ്പോൾ ശരീരത്തിലെ പലവിധ രോഗങ്ങൾ, പ്രമേഹം, സോഡിയം കുറവ് മുതലായ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു, അത് നോർമലായി. ഡോക്ടർ പറഞ്ഞു എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു. അല്ലേ?